കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇവിടെ വേറൊരു കാര്യത്തിന് വന്ന സമയത്ത് ആലപ്പുഴയിൽ ബസ് ഇറങ്ങി നേരിട്ട് കോഴിക്കോടേക്ക് പോകാൻ നോക്കുമ്പോൾ ബസ്സില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി നേരെ വന്ന് ചാടിയത് ഇതിൻ്റെ മുമ്പിലേക്കാണ്. ബോട്ട് ചട്ടി കാണാൻ വേണ്ടി വന്നതാണ്. ബോട്ട് ചട്ടി കാണാൻ വന്നപ്പോൾ വണ്ടി റെഡിയായി നിൽക്കുന്നു. എന്നാൽ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതിയിട്ട് വന്നതാണ്. 5 മണിക്കൂർ യാത്ര ഞാൻ അറിയും കൂടിയില്ല, കാരണം എൻ്റെ പ്ലാൻ മുഴുവൻ തെറ്റി. പക്ഷേ അകത്ത് കയറി കുറച്ച് ദൂരം വന്ന് ആ പ്രോബ്ലം കഴിഞ്ഞല്ലോ, അതോടുകൂടി ശരിക്ക് പിക്ചർ മാറിയെന്ന് മനസ്സിലായി. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യൻ സെപ്പറേറ്റ് ചെയ്യാൻ മെനക്കെടുന്ന, അല്ലെങ്കിൽ അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു സമയത്ത് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് യാത്രകളും അതുപോലെ യാത്രകളിൽ തന്നെ അവനവൻ്റെ ലോകത്ത് വിഹരിക്കുന്ന സമയത്ത് ഓഫീസേഴ്സ് മെനക്കെട്ട് നമ്മളെ ഒന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു സംഭവമാണ്. വളരെ റെയറായിട്ട് കാണുന്ന, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. അതിന് എന്താ പറയുക, 100-ൽ 200 മാർക്ക് കൊടുക്കേണ്ട കാര്യമാണ്. നമ്മൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ നമ്മൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മളെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നാടൻ ബോട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ യാത്രാ ബോട്ട് ഉണ്ട് എന്നല്ലാതെ ഈ സംഭവം ഉള്ളതായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാനടക്കം വന്നിട്ട് യാത്രാ ബോട്ട് എന്നുള്ള നിലയ്ക്കാണ് ഉദ്ദേശിച്ച് വന്നത്. പക്ഷേ അതിനേക്കാളും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഓരോരുത്തരും ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഫോൾട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവിടുന്ന് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇവർ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മിക്കവാറും ഈ AC ക്യാബിനിൽ ഒതുങ്ങിപ്പോകുന്നു. പുറത്തുള്ള സ്പീക്കറിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ പുറത്ത് കാഴ്ച കാണാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു സംഗതി ഇവിടെ നടക്കുന്നത് അറിയുന്നില്ല. അതുകൊണ്ട് വല്ലപ്പോഴും അകത്തേക്ക് വരുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് കേൾക്കുന്നത്. അപ്പോൾ ആലപ്പുഴയുടെ ചരിത്രം മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ള ആൾ ഇവിടെ അടങ്ങി നിൽക്കേണ്ട ഒരു കാഴ്ച കിട്ടും, അല്ലെങ്കിൽ പിന്നെ വിവരണം കേൾക്കണം. രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ രണ്ടും കൂടി നടക്കുന്ന അവസ്ഥയിലേക്ക് സ്പീക്കർ ഒന്നുകൂടി സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരു സജഷൻ വയ്ക്കാനുണ്ട്. അത്രേ ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യത്തെ നമ്മളെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.